പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈറ്റ് സാരീസിൻ്റെ കുറേ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു ഷിഫോൺ സാരിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളത് കട്ട് വർക്ക് സാരീസ്, എംബ്രോയ്ഡറി വർക്ക്, ക്രോഷ്യോ സ്റ്റിച്ച്, കോട്ടൺ സാരീസ്, ഇങ്ങനെ പല ടൈപ്പ് വൈറ്റ് സാരീസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇതൊരു കട്ട് വർക്ക് സാരിയാണ്. ഒരു ടെസറിൽ രണ്ട് സൈഡിലും ബോർഡറായിട്ട്, അതുപോലെ ഫുള്ളായിട്ടും ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക്, അതുപോലെ സൈഡ് കട്ട് വർക്കും ചെയ്തിരിക്കുന്നു. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ, ഒരു ഫ്ലവർ വന്നിരിക്കുന്നു. അപ്പോൾ അതിൽ കട്ട് വർക്കുമായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഈ സൈഡും കൂടെ വരിക. ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും, അതുപോലെ തന്നെ ബോഡി പാർട്ടിലും നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു വൈറ്റ് സാരിയിൽ നല്ലൊരു ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നു. ഇനി ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് ആ ഡിസൈൻ ഹാഫായിട്ട് വരുന്നു. അടിയിൽ ബോർഡറും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഈ സാരിയുടെ മെറ്റീരിയൽ. ഇങ്ങനെയാണ് വരിക. ഒത്തിരി വെയ്റ്റില്ല, വെയ്റ്റ് ലെസ്സാണ്, ട്രാൻസ്പെറൻ്റ് അല്ല. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2895 ആണ്. ഇത് മറ്റൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന സാരി. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ലോവർ പോർഷനിൽ ഈ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇങ്ങനെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതും ഒരു ടസറിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിലുള്ള ഡിസൈൻ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക്. ഈ സൈഡിലേക്ക് ഇങ്ങനെയും പോരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരിക. ഈ എംബ്രോയ്ഡറി വർക്കാണ് ഈ സൈഡിൽ ഓൾ ഓവർ വരിക. ഇങ്ങനെ തന്നെ ഈ സൈഡിൽ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150 ആണ്. ഇത് മറ്റൊരു ഡിസൈനാണ്. ഇതിലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഇതിൻ്റെ ബോഡി പാർട്ടിലൂടെ എംബ്രോയ്ഡറി വർക്കും സ്കാറ്റേഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്, ബോർഡറും വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഈ സൈഡിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെയേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയൊരു പീസ് വന്നത്, ഇത് കണ്ടോ, ഈ കട്ട് വർക്ക് വന്ന് കഴിഞ്ഞുള്ള പീസാണിത്. അപ്പോൾ ചിലർക്ക് അതൊരു ഡൗട്ട് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചതും. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന കട്ട് വർക്ക്. പല്ലു. പല്ലുവിൽ രണ്ട് സൈഡിലും ഇങ്ങനെയും ഇത് പോരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് 2209. ഇത് മറ്റൊരു കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ്. ഈ കട്ട് വർക്കിൽ ഡിസൈനുകളിൽ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ അതിൽ പല ഡിസൈനുകളും ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഓരോന്നായിട്ടും കാണിക്കുന്നത്. എല്ലാം വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് ഫ്ലീറ്റിൻ്റെ ഭാഗം വരെയും. ഫ്ലീറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക. ഇതിൻ്റെ വരുന്നത് ഇങ്ങനെ. ഈ എംബ്രോയ്ഡറി വർക്ക്, ഈ കട്ട് വർക്കും ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പല്ലു.
ഇങ്ങനെയാണ് വരിക. ആണ് ഒരു 1 ലെയറായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2150. ഇതും ഒരു പ്യുവർ വൈറ്റ് സാരിയിൽ സെമി സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഒരു സ്ക്വയർ പാറ്റേണിലാണ് വന്നിരിക്കുക. ബോഡി പാർട്ടിൽ ആ ഡിസൈൻ കംപ്ലീറ്റും വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടാണ് ആ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ തന്നെ. ഒത്തിരി വെയ്റ്റ്ലെസ് ആണ് മെറ്റീരിയൽ. ഇതാണ് ഇതിൽ വരുന്ന ആ എംബ്രോയ്ഡറി വർക്ക്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പല്ലുവിൽ നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1479 ആണ്. ഇതും ഒരു പ്യുവർ വൈറ്റ് സാരിയിൽ സെമി സിൽക്കിലാണ് എംബ്രോയ്ഡറി വർക്കായിട്ട് വന്നിരിക്കുന്നത്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ഒരു സ്ക്വയർ പാറ്റേണിലാണ് വന്നിരിക്കുക. ബോഡി പാർട്ടിൽ ആ ഡിസൈൻ കംപ്ലീറ്റും വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടാണ് ആ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ തന്നെ. ഒത്തിരി വെയ്റ്റ്ലെസ് ആണ് മെറ്റീരിയൽ. ഇതാണ് ഇതിൽ വരുന്ന ആ എംബ്രോയ്ഡറി വർക്ക്. സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പല്ലുവിൽ നല്ല തിക്കായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1479 ആണ്. ഇതും സെമി സിൽക്കിലുള്ള സാരിയാണ്. ഇതിലും സ്ക്വയർ പാറ്റേൺ ആയിട്ട് തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് സെൽഫായിട്ട് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൻ്റെ ഭാഗത്തുള്ള ആ ഡിസൈനിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ടാണ് വരിക. റേറ്റ് 1479. ഇതും ഒരു സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിലൊരു ലീവ്സിൻ്റെ ഡിസൈനാണ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതും സെൽഫ് കളറിൽ തന്നെ, വൈറ്റ് കളറിൽ തന്നെയാണ് ആ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഹാഫായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതിൻ്റെയൊക്കെ പല്ലുവിലുള്ള ഈ ഡിസൈനുകളാണ് ഏറ്റവും കൂടുതൽ ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. വൈറ്റ് തന്നെ പല്ലുവിലുള്ള ഈ ഡിസൈനുകൾ. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസുമാണ്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. സെമി സിൽക്കിലാണ് വന്നിരിക്കുക. റേറ്റ് 1479. ഇത് സോഫ്റ്റ് സിൽക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ എംബ്രോയ്ഡറി വർക്കും അതുപോലെ മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും സ്കാലപ്പ് വർക്കും കൂടിയാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകളും അതുപോലെ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് വർക്കും വരുന്നുണ്ട്. ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഹാഫായിട്ട് തന്നെയാണ് ആ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് ഹാഫായിട്ട് തന്നെ വരുന്നു. വൈറ്റേലാവുമ്പോൾ നമുക്ക് ഒത്തിരി സൂം ചെയ്ത് ഞങ്ങൾ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അതിലുള്ള എംബ്രോയ്ഡറി വർക്ക്. അതുപോലെ സൈഡ് ചെറിയ സ്കാലപ്പ് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ. മൈന്യൂട്ടായിട്ട് അതിലൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട്. പിന്നെ പല്ലു. ഇങ്ങനെയാണ് പല്ലുവിലുള്ള ഡിസൈൻ വരുന്നത്. ഈ സൈഡിലും ആ സ്കാലപ്പ് വർക്കും എല്ലാം വരുന്നുണ്ട്.
വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൽ വരുന്ന ഈ മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1669 ആണ്. ഇതൊരു സിൽക്കി കോട്ടയിലാണ് വന്നിരിക്കുന്നത്. 2 സൈഡും സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. അതുപോലെ ആപ്ലിക് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. ബോഡി പാർട്ടിൽ ഇങ്ങനെ വരുന്നു. ഹാഫായിട്ട് ആപ്ലിക് വർക്ക് വരുന്നു. ഇതിനേറെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ആപ്ലിക് വർക്കാണ് കേട്ടോ. വേണ്ട, നല്ല റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന നല്ലൊരു ഡിസൈൻ. അതുപോലെ സൈഡ് ചെറിയ സ്കാലപ്പ് വർക്കും വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ ആപ്ലിക് വർക്കും സ്ലീവിൻ്റെ എൻഡിൽ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2619 ആണ്. ഇതും സിൽക്കി കോട്ടയിലാണ് വന്നിരിക്കുന്നത്. ആപ്ലിക് വർക്കാണ്. ഒരു പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ സ്കാലപ്പ് വർക്ക് വരിക. ഇതിലുള്ള ആപ്ലിക് വർക്കും ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ബോഡി പാർട്ട്. 2 സൈഡും സ്കാലപ്പ് വർക്ക് വരുന്നു. ഇങ്ങനെയാണ് ഹാഫായിട്ട് ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. നല്ല ഭംഗിയുള്ള ആപ്ലിക് വർക്കാണ് വരിക. ആ വർക്ക് തന്നെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്, സ്കാലപ്പും വരുന്നുണ്ട്. റേറ്റ് 2619. ഇതൊരു കോട്ട സാരിയിൽ ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് 2 സൈഡിലും ബോർഡർ വന്നിരിക്കുന്നത്. സ്കാറ്റേർഡായിട്ട് ഈ ക്രോസ് സ്റ്റിച്ച് ഈ ബോഡി പാർട്ടിലും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഇതിൽ വരുന്ന ഡിസൈൻ. പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹാഫായിട്ട് ആ വർക്കും അതുപോലെ ആ ബോർഡറും വരുന്നു. ഇങ്ങനെ. ഇനി ഇതിൻ്റെ വിത്ത് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കോട്ടൺ മെറ്റീരിയലിലാണ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ തന്നെ ബ്ലൗസ് നമുക്ക് തയ്ക്കണമെന്നില്ല. ഇപ്പോൾ ഈ ഇതിൻ്റെ ഏതെങ്കിലും കളറിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കൂടുതൽ ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ഈ സൈഡിലും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതിൻ്റെ റേറ്റ് 1435 ആണ്. ഇതിലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനോട് അതിൻ്റെ സ്റ്റെമ്മൊക്കെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ക്രോസ് സ്റ്റിച്ചാണ്. 2 സൈഡിലും ക്രോസ് സ്റ്റിച്ച് ബോർഡറാണ് വരിക. സ്കാറ്റേർഡായിട്ട് ഈ ക്രോസ് സ്റ്റിച്ചിൻ്റെ വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇത് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. പ്ലെയിൻ കോട്ടണിൽ തന്നെ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്ലെയിൻ കോട്ടണിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിന് ഇപ്പോൾ ഇതിൻ്റെ ഈ ഷെയ്ഡിലൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. പല്ലു. റേറ്റ് 1435. ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ചിൻ്റെ കോമ്പിനേഷൻ വരിക. പിന്നെ ഒരു ഗ്രീൻ. അതിൻ്റെ സ്റ്റെമ്മും ലീവ്സും എല്ലാം ഗ്രീനാണ്. അപ്പം അതിൻ്റെ ഫ്ലവേഴ്സ് ലാവണ്ടർ ഷെയ്ഡിൽ വന്നു. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പല്ലു. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റും വരുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലുവിൽ ഈ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇതുണ്ട് എത്ര പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉൾഭാഗം പോലും ഇരിക്കുന്നത്. നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 1435. സ്കൈ ബ്ലൂ ഷെയ്ഡാണ്. ക്രോസ് സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ പല കളേഴ്സാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയലെല്ലാം സെയിം പാറ്റേണിൽ തന്നെ. ക്രോസ് സ്റ്റിച്ചും സെയിം പാറ്റേൺ. കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ.
എല്ലാത്തിനും ആ ഒരു ഗ്രീൻ സ്റ്റെമ്മ് ലീവ്സ് വരുന്നു, അതുപോലെ ഫ്ലവേഴ്സിനും മാറ്റം വരുന്നുള്ളൂ. ഈ കോട്ട സാരി നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും, വാഷബിളാണ്. കണ്ടോ എത്ര ഭംഗിയാണ്, വേണ്ടോ നല്ല രസമുള്ള സാരി. എല്ലാത്തിൻ്റെയും ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, അത് സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. ഇതാണ് ഇതെല്ലാം ഡിസൈൻ. പല്ലു, ഇതിൻ്റെ റേറ്റ് വരുന്നത് 1435 ആണ്. ഇതാണ് ഇതിൻ്റെ പല്ലു. പിങ്ക് ഷെയ്ഡാണ്, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു. ബോഡി പാർട്ടിൽ ആ ക്രോസ് സ്റ്റിച്ച് എല്ലാത്തിൻ്റെയും പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ, ഡിസൈനുകൾ സെയിം, പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് കളറിൽ മാത്രമാണ്. പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഇതാണ് പല്ലു. വിത്ത് ബ്ലൗസാണ്, ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 1435. ഇതൊരു പ്യുവർ കോട്ടൺ സാരിയാണ്. ഇതിൽ എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ലേസ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. ഈ ബോർഡർ ഒരു ലേസ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. ഉണ്ടോ, ഇങ്ങനെയാണ് ലോവർ പോർഷനിലും വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് ഷെയ്ഡിലുള്ള ബ്ലൗസ് ഇട്ടാലും ഭംഗിയായിരിക്കും. ഇതിൻ്റെ റേറ്റ് വരിക 825 ആണ്. ഇതും ഒരു പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നു. എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും കൂടി ഈ സാരിയിൽ വന്നിരിക്കുന്നത്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാനും എല്ലാം ഭംഗിയുള്ള ഒരു സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ആ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്, ആ ലേസ് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഫ്ലേറ്റ്സിൻ്റെ ഭാഗം വരിക. ഇതാണ് ഇതിൻ്റെ പല്ലു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 825 ആണ്. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടണിൽ ബോർഡർ ഒരു ലേസ് വർക്കായിട്ട് വരുന്നു, അതുപോലെ പല്ലു എംബ്രോയ്ഡറി വർക്കുമായിട്ട് വരുന്നു. വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പല്ലുവിൻ്റെ ഭാഗം വരിക. വിത്ത് ബ്ലൗസ് പീസിന് സ്ലീവിൻ്റെ എൻഡിൽ ഈ ലേസ് വർക്കും വരുന്നുണ്ട്. റേറ്റ് 825. പ്യുവർ കോട്ടണിൽ ഒരു റെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. വൈറ്റും റെഡും കൂടെ മിക്സ് ചെയ്തുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങനെയാണ് ഓൾ ഓവർ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. പ്യുവർ കോട്ടണിൽ തന്നെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോർഡറിലും ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന വർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് വരുന്നത് 1055 ആണ്. ഇതും പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. ഈ സൈഡിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരിക. ഈ സൈഡിൽ ചെറിയൊരു ബോർഡർ. അതുപോലെ സ്കാറ്റേഡായിട്ട് ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഇതിനേറെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഇത്രയും ശരിക്കും നല്ല ലെങ്തിൽ തന്നെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഒരു കോട്ടൺ
മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേർഡായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1319 ആണ്. ഇത് പ്യുവർ വൈറ്റിൽ ഷിഫോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത്. സെൽഫായിട്ട് ഇതിൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ളായിട്ടും വരിക. കണ്ടോ, നല്ല രസമായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ഫുള്ളായിട്ടും വരുന്നു. ഇത് നമുക്ക് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രോക്കായിട്ട്, ചുരിദാറായിട്ട് എല്ലാം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ഓൾ ഓവർ വരിക. ഈ ടൈപ്പ് തന്നെ പല ഡിസൈനുകളുണ്ട്, അതുകൊണ്ട് ഞാനത് വിടർത്തുന്നില്ല, ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കാം. ഇതാണ് ഒരു ഡിസൈൻ, ഒരു ഡോട്ട്സ് പോലെ ഫുള്ള്. ഇതൊരു വേറൊരു ഡിസൈൻ, ഒരു ഇങ്ങനെയാണിത് വരിക. ഇത് മറ്റൊരു ഡിസൈൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 665 ആണ്. ഇത് വൈറ്റിൽ 2 സൈഡിലും ബോർഡറായിട്ട് വരുന്നു. ഒരു ബ്ലാക്കല്ല, പക്ഷേ ഒരു ലൈറ്റ് ബ്ലാക്ക് തന്നെ തോന്നിപ്പിക്കുന്ന ബോർഡറാണ് കേട്ടോ വരുന്നത്. നമുക്കിത് സ്റ്റാർച്ച് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് വെയർ ചെയ്യാനും വാഷ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വിത്ത് ബ്ലൗസുമാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നു. സ്ലീവിൻ്റെ എൻഡിൽ ഈ ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടും ഇതിൽ ബോഡി പാർട്ടിൽ ചെറിയൊരു ഡിസൈനാണ് വരിക. ഈ ഡിസൈനാണ് വരുന്നത്. റേറ്റ് വരുന്നത് 515 ആണ്. ഇതും സ്റ്റാർച്ച് ചെയ്യേണ്ടാത്ത ഒരു മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. ഇതിൽ ഫുള്ളായിട്ടും ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരിക. ഇതും വൈറ്റ് സാരിയിൽ ഫ്ലോറൽ പ്രിൻ്റാണ് ഓൾ ഓവർ വരിക. 2 സൈഡിലും ബോർഡർ വരുന്ന ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ബോർഡറാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. റേറ്റും വളരെ അഫോർഡബിൾ പ്രൈസിലാണ് വരിക. 649 ആണ്. ഇതൊരു നെറ്റ് സാരിയാണ്. 2 സൈഡിലും ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വരിക. നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രോക്കായിട്ടും അതുപോലെ ചുരിദാറായിട്ടും എങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 425 ആണ്. ഇപ്പം ഞാൻ പല ഡിസൈനുകൾ, ഒത്തിരി ഡിസൈനുകൾ തന്നെ കാണിച്ചു. അപ്പോൾ ഇതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക.